മാത്രമല്ല ഇത് ഉപയോഗിച്ചിരുന്നത് രാംജി കൽസങ്കാര എന്ന് പറയുന്ന ഒരു പ്രതിയാണ്. അദ്ദേഹം പിടിക്കപ്പെട്ടില്ല, അദ്ദേഹമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിന് കോടതി ഉത്തരവൊന്നും എന്താണ് തേടുന്നില്ല. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഈ സ്കൂട്ടറിന്. പക്ഷെ അതിപ്പോൾ തൊട്ടടുത്ത് വേറൊരു വണ്ടിയിൽ തൂക്കിയിട്ടത് പൊട്ടിയാലും എന്ത് ചെയ്യും, ഇതിന് സംഭവിക്കാമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഇത് എന്തിലേക്ക് എത്തിക്കുന്നത്, പ്രഗ്യാ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതുമായി ബന്ധിപ്പിക്കുന്നതിന് തെളിവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു RSSകാരൻ അജയൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തതിനാണെന്ന് അറിയോ, ഒരമ്പലത്തിൽ പോത്തിന്റെ തലയറുത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കും, കലാപങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. പെർളയിൽ ഒരു ശിവലിംഗത്തിന് പച്ച പെയിന്റ് അടിച്ച് പിടിക്കപ്പെട്ടതും ഇതേ ടൈപ്പ് ആളുകളെയാണ്. നമുക്കറിയാം ISISന്റെ ഒരു പോസ്റ്റർ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയപ്പോൾ അതും ചെയ്താരായിരുന്നു, ഈ പറയുന്ന ടീമിലെ ആളുകളെയാണ് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്താണ് കർണാടകയിലോ മറ്റോ ഒരു മുസ്ലിമായ പ്രധാന അധ്യാപകനെ പുറത്താക്കുന്നതിന് വേണ്ടി അവിടുത്തെ വെള്ളത്തിൽ വിഷം കലക്കി ഇതിനു വേണ്ടി ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടി. ഇത് മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ NIA കോടതിയുടെ വിധി വന്നിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 2008 സെപ്റ്റംബർ 29 മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മാലേഗാവിൽ അത്തരമൊരു സ്ഫോടനം നടക്കുന്നത്. പെരുന്നാൾ തലേന്ന് ഒരു ബൈക്കിൽ സ്ഥാപിച്ച ബോംബിൽ നിന്നുണ്ടായ ആ ഒരു സ്ഫോടനം 6 പേരുടെ ജീവൻ കവർന്നെടുക്കുകയും 100-ലധികം പേർക്ക് പരിക്ക് ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. 17 വർഷങ്ങൾക്ക് ഇപ്പുറം NIA കോടതി വിധിച്ചിരിക്കുന്ന അതിലെ പ്രധാന പ്രതികളായ 7 പേരെയും വെറുതെ വിട്ടുകൊണ്ട്, തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ആ ഒരു ഘട്ടത്തിലാണ് സ്പോട്ട്ലൈറ്റ് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഹമീദ് മാഷിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. പക്ഷേ ഈ ജുഡീഷ്യറിയിൽ നിന്ന് സമീപകാലത്ത് ഇത്തരം സമാനമായ ഒരുപാട് നമുക്ക് വളരെ സങ്കടകരം അല്ലെങ്കിൽ വളരെ വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന വിധികൾ പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഫോടന കേസിൽ അത്തരമൊരു കണ്ടെത്തലിലേക്ക് കോടതി പോയതിൻ്റെ പശ്ചാത്തലം സത്യത്തിൽ എന്താണ്? നീതിയുടെ ഒരു അവസാനത്തെ അത്താണിയാണ് കോടതി എന്നാണ് സാധാരണക്കാർ അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് നീതി ലഭ്യമാകാതിരിക്കുന്ന ഒരു കാലം വന്നാൽ അതൊരു രാജ്യത്തിൻ്റെ ഒരുപക്ഷെ കലാപഗ്രസ്തമാക്കി മാറ്റാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു BJP നേതാവ് വധിക്കപ്പെട്ടു. ആ കേസിൻ്റെ വിധി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നു. അപ്പം അതിൽ 15 പ്രതികൾക്ക് വധശിക്ഷ നൽകാനാണ് സെഷൻസ് കോടതി വിധിച്ചത്. അതിനർത്ഥം എന്താ വെച്ചാൽ അത് സംശയാതീതമായിട്ട് തെളിഞ്ഞു. മാത്രമല്ല അത് ബീഭത്സമായിട്ടുള്ളൊരു കൊലപാതകമാണ്. മാത്രമല്ല ഇത് വളരെ കോടതി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ്. അതിൽ മാത്രമേ കോടതി വിധിക്കുള്ളൂ. മാത്രമല്ല മാസമായിട്ട് ആണ് ഈ വിധി പറയുന്നത്. അപ്പോൾ അവിടെ ഈ കൊലപാതകത്തിന് കാരണമായൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ സുബൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. അതിന് പ്രതികാരമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നത്. ആ കേസിലാകട്ടെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് കാരണം ആ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നു. ഇത് നടക്കുന്നത് കേരളത്തിലാണ്. നമുക്കറിയാം ഇതേ ഒരു സീരീസ് ഓഫ് കേസസ് ഈ സമയത്തുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ സംഝോത എക്സ്പ്രസ് സ്ഫോടനമൊക്കെ. ഈ കേസുകളിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന രീതിയിൽ പിടിക്കപ്പെട്ട ഒരാളാണ് സ്വാമി അസീമാനന്ദ. അപ്പോൾ ഈ അസീമാനന്ദയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒരു മലയാളിയായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് കാരവന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. ഒരു സ്ട്രിങ് ഓപ്പറേഷനാണെന്ന് പറയാം. ഈ ഒരു ഇത് സത്യത്തിൽ അവരിങ്ങനെ ഇദ്ദേഹം എന്തെല്ലാമോ വെളിപ്പെടുത്തും എന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ധാരണയിൽ പോയതൊന്നുമില്ല. അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട് അവരെങ്ങനെയിലേക്ക് എത്തുന്നത്. എന്തായാലും അവരെന്ത് ചെയ്തു, ഈ ഒരു കേസിൻ്റെ പിറകിൽ പോകുന്നു. കാരണം നമുക്കറിയാം ഇത് ഈ ബോംബെ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ചുകൂടെ അതിനകത്തൊരു തെളിവുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രസീവായ കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഡിസ്ക്ലോഷറുകളാണ് അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകളാണ് ഇദ്ദേഹം നടത്തിയത്.
അദ്ദേഹം പറഞ്ഞൊരു ഗൗരവമുള്ള കാര്യം വെച്ചാൽ ഞങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിലേക്ക് വിട്ടത് മോഹൻ ഭഗവത് ആണെന്നാണ്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കടന്നൊരു കുഴപ്പമില്ല, ഞങ്ങളുടെ ടീം പുറത്തുണ്ട്, പുറത്ത് നടക്കേണ്ടതൊക്കെ എന്ത് ചെയ്യും അതുപോലെ നടന്നുകൊള്ളും. അപ്പോൾ ഈ സ്ട്രിങ് ഓപ്പറേഷൻ വലിയ വിവാദമുണ്ടാക്കി. സ്വാഭാവികവും നമ്മളെന്താ കരുതുക, ഇദ്ദേഹം ഉടനെ നിഷേധിക്കുന്നതല്ലേ. എന്നാൽ മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ 164 ഇതനുസരിച്ച് എന്ത് ചെയ്തു, ഇദ്ദേഹം മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തു, സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് മൊഴി കൊടുത്തു. പക്ഷേ ആ കേസ് പിന്നീട് കോടതിയിൽ വന്നപ്പോഴെന്ത് ചെയ്തു, ഇദ്ദേഹം അത് നിഷേധിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തെ അടക്കമുള്ളവരെ വെറുതെ വിടുന്നു. ബാബരി മസ്ജിദ് തകർന്ന കേസ് അപ്പോൾ നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള കാലത്താണ് സംഭവിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് വേദനയോടെ നോക്കി നിന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നരസിംഹറാവു വന്ന് പ്രധാനമന്ത്രിയാണ്, പ്രസിഡൻ്റ് അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പോകുന്നുണ്ട്. BBC അടക്കമുള്ള ചാനലുകൾ അതിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഒരെന്തുകൂടെ കൊടുക്കുക എന്നൊക്കെയുള്ള ശക്തമായിട്ടുള്ള ഗോഗോ വിളികളൊക്കെ നടക്കുന്നു. അങ്ങനെ ബാബരി മസ്ജിദ് സമയമെടുത്ത് 48 മണിക്കൂറിലധികം സമയമെടുത്ത് എന്ത് ചെയ്യുന്നു, തകർക്കപ്പെടുന്നു. ആ കേസ് വെറുതെ വിടുന്നു. ആ കേസിൻ്റെ വിധിയിൽ ഉള്ള ഒരു വളരെ നമുക്ക് ഫണ്ണിയായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്, ഈ ജനങ്ങളതിനെ പ്രേരിപ്പിച്ചിരുന്ന നേതാക്കൾ അവരൊക്കെ ഇന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നാണ് കോടതി എഴുതി വെച്ചത്. ബാബരി മസ്ജിദിൻ്റെ ലാൻഡ് ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇതുപോലെ തന്നെ ഗുജറാത്ത് കലാപം, അതുമായി ബന്ധപ്പെട്ട കേസ്, ഗോദ്രയുമായിട്ട് ബന്ധപ്പെട്ടതുകൾ. ഇനിയിപ്പോൾ അതിൽ തന്നെ ആലോചിച്ച് നോക്കുക, ശിക്ഷിക്കപ്പെട്ട ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മാത്രം കോടതികൾ കയറി ഇറങ്ങിയാണ് ഒരു വിധി വാങ്ങിയത്. ആ വിധിയിൽപ്പെട്ട ആളായിരുന്നു ബാബു ബജറംഗിയെ പോലുള്ള ആളുകൾ. ആ ബാബു ബജറംഗിയുടെ വീഡിയോ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യും, യൂട്യൂബിൽ കിട്ടും. അദ്ദേഹം വളരെ ആത്മാഭിമാനത്തോടെ തങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന വീഡിയോസ്. അദ്ദേഹത്തേക്ക് എന്ത് ചെയ്തു, ഗുജറാത്ത് ഗവൺമെൻറ് ഇടയ്ക്ക് വെച്ചത് ഇപ്പോൾ 12 വർഷം എന്തോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, അവരെന്ത് ചെയ്യുന്നു, പുറത്ത് വിടുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഈ മാപ്പ് നോക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജാർഖണ്ഡിൽ ഈ ജ്യോതി ശർമ്മ അവരാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ കന്യാസ്ത്രീകളെയൊക്കെ ചോദ്യം ചെയ്യുന്നതും മുഖത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ കേസ് വന്നു. അപ്പോൾ കേസ് വന്നപ്പോൾ അവർ പരസ്യമായി പ്രതികരിക്കുന്നത് എനിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്നാണ്. ഞാൻ ഹിന്ദുത്വക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, അങ്ങനെ ആരെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അത് അവരുടെ തന്നെ ശവക്കുഴി തോണ്ടലായിരിക്കും. അപ്പോൾ ഇത്ര പരസ്യമായി നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ശക്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപബോധം ഈ സമൂഹത്തിനകത്ത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നമ്മളിപ്പോൾ ഈ കോടതിയിലെ വിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പക്ഷേ നമ്മുടെ കുട്ടികളെയൊക്കെ നാളെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എങ്ങനെയാണ് കേസുകളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒരു കോടതി രേഖയാണല്ലോ. ആലോചിച്ച് നോക്കിയാൽ ഈ കോടതി എന്താ പറഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല, ഈ പ്രതികൾ തീവ്രവാദ പ്രവർത്തനം നടത്തിയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സ്ഫോടക വസ്തു സൂക്ഷിക്കുകയും അത് ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. മറ്റുള്ളവർക്ക് സംശയാതീതമായിട്ട് ഈ കേസ് പ്രൂവ് ചെയ്യുന്നിടത്ത് NIA പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 6 പേര് മരിക്കുകയും 100 ചില ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള സ്ഫോടനമാണ്. ഇനി എങ്ങനെയാണ് ഇത് കോടതി പറയുന്നു, തെളിവുകൾ ശേഖരിക്കുന്നിടത്ത് പരാജയം പറ്റിയിട്ടുണ്ട്. ഇവയെ ബന്ധിപ്പിക്കുന്നതിൽ, ഈ തെളിവുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ NIAക്ക്, അന്വേഷണ ഏജൻസിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വസനീയമായ സാക്ഷികളെ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രൊസീജിയറൽ ലാപ്സ് എന്താണ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു വയ്ക്കുന്നു. ഇനി ഒന്നാമത്തെ നമ്മുടെ പ്രതി എന്ന് വെച്ചാൽ പ്രഗ്യാ സിംഗ്, അദ്ദേഹത്തെ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്കൂട്ടർ ഇത് ഇവരുടേതാണ് എന്ന് കോടതി അടക്കം ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ സ്കൂട്ടർ അകത്ത് ബോംബ് വെക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് ഏതോ രീതിയിലൊരു ബന്ധം ഉണ്ടാവുമല്ലോ. പക്ഷേ കോടതി പറയുന്നത് വെച്ചാൽ ഒന്ന്, അതിന് 2 വർഷം മുൻപ് തന്നെ അവർ സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് പൂർവാശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കും. മാത്രമല്ല അവർ ഭൗതിക വിരക്തിയുള്ളൊരു സ്ത്രീയാണ്, ഒരു സന്യാസിനിയായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വസ്തുക്കളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അവരുടേതാണെന്ന് പറയാൻ അതുകൊണ്ട് പറ്റില്ല. മാത്രമല്ല ഇവരുടെ ബോധപൂർവം ഈ ഒരു വസ്തു നൽകിയതിനെന്തില്ല, തെളിവില്ല. ഇത് കൊടുത്ത് നീയാണല്ലോ, അതിനൊന്നില്ല, തെളിവില്ല എന്നാണ്. മാത്രമല്ല ഇത് ഉപയോഗിച്ചിരുന്നത് രാംജി കൽസങ്കാര എന്ന് പറയുന്ന ഒരു പ്രതിയാണ്. അദ്ദേഹം പിടിക്കപ്പെട്ടില്ല, അദ്ദേഹമാണിത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്നുള്ള ചോദ്യത്തിന് കോടതി ഉത്തരവൊന്നും എന്താണ് തേടുന്നില്ല. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ഈ സ്കൂട്ടറിന്. പക്ഷേ അതിപ്പോൾ തൊട്ടടുത്ത് വേറൊരു വണ്ടിയിൽ തൂക്കിയിട്ടത് പൊട്ടിയാലും എന്ത് ചെയ്യും, ഇതിന് സംഭവിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെന്തിലേക്ക് എത്തിക്കുന്നത്, പ്രഗ്യാ സിംഗ് എന്ന് പറയുന്ന പിന്നെ ഒരു വ്യക്തിക്ക് ഇതുമായി ബന്ധിപ്പിക്കുന്നതിന് തെളിവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ പിന്നെ വേറെ ഒരു രമേശ് ഉപാധ്യായ, അദ്ദേഹത്തിൻ്റെ മൊബൈലും ലാപ്ടോപ്പൊക്കെ പിടിച്ചിരുന്നു. ഇതിൽ മെസ്സേജുകൾ ഉണ്ട്, ഇവർ യോഗം കൂടി ചെയ്യുന്നതിൻ്റെ ഇതുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ എവിഡൻസസ് കൊറാബറേറ്റ് ചെയ്യുന്നതിൽ, പരസ്പരം ബന്ധിപ്പിക്കുന്നതിൽ NIA എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. കേണൽ പുരോഹിതിൻ്റെ കേസിൽ അദ്ദേഹം RDX എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള RDX ആണെന്ന് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഇതിന് മുൻപ്, അത് കാശ്മീരിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ, കാശ്മീരിൽ പിന്നെ വർക്ക് ചെയ്തു എന്നുള്ളതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ സർവീസ് ഉണ്ടായിരുന്നു തെളിയിക്കുന്നതിൽ എന്ത് ചെയ്തു, NIA പരാജയപ്പെട്ടു. വേറൊരു പ്രതിയുടെ കേസിൽ എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഹോള് ബുക്ക് ചെയ്തത്, ഭോപ്പാലിൽ ഹോളൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഹാൻഡ് റൈറ്റിങ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെതാണോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുത്തെ മാനേജർ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ചു, അതായത് കോടതി വളരെ വിഷമിച്ച് ഇവരെല്ലാം വിടാൻ വേണ്ട രീതിയിലുള്ള, ഇത് സാധാരണയ്ക്കുള്ള ഈ പ്രതിഭാഗത്തിൻ്റെ എല്ലാ ആർഗ്യുമെൻസിനെയും അതുപോലെ സ്വീകരിക്കുന്നൊരു അവസ്ഥ. രണ്ടുമാകാം. ഒന്നുകിൽ എന്താണ്, NIA ഫ്രെയിം ചെയ്ത കേസ്, അതിൻ്റെ എവിഡൻസസ് ഈ കാര്യത്തിൽ ഒരു പക്ഷേ ഉണ്ടാകാം. കോടതിയെ മുഴുവൻ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ എന്തായാലും ശരി, ഇതിൽ ധാരാളം തെളിവുകൾ എങ്കിൽ പോലും വളരെ വ്യക്തതയുള്ളത് ആണ്. അപ്പോൾ ഇവിടെ ഒരു കോടതി പലപ്പോഴും ഇത്തരത്തിലുള്ള ചില നാടകങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അസീമാനന്ദയെ ഇൻ്റർവ്യൂ ചെയ്ത, എനിക്ക് അവരുടെ പേര് കിട്ടുന്നില്ല, ആ പെൺകുട്ടി അതിനുശേഷം അവർ ഇൻ്റർവ്യൂ പോലുള്ളൊരിതാണ് അതിനകത്തൊരു പറയുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. അന്വേഷണം നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഭരണം നിലനിൽക്കുന്ന സമയത്താണ്. അപ്പോൾ കേസുകൾ വരുന്നത് ആദ്യം CBIക്കും പിന്നെ NIAക്കൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പോലും ഈ അന്വേഷണം അട്ടിമറിക്കാവുന്ന രൂപത്തിൽ ആണ് നടന്നതെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുന്നതിൽ അന്നത്തെ പോലീസ് അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണ സംഘം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ വ്യക്തമായിട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2014 ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ നടക്കുന്നത്. മറിച്ച് ഇവിടുത്തെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൽ അത്തരത്തിലുള്ള ശക്തികൾ അതിശക്തമായ സ്വാധീനം ചെലുത്തുകയും അവർക്ക് വേണ്ടതായ രീതിയിൽ ഇതിനെല്ലാം നമ്മൾ പറയുന്ന ഭരണകൂട സ്ഥാപനങ്ങളെ വരെ അട്ടിമറിക്കാൻ തക്ക ഒരു പ്രാപ്തി അവർ നേരത്തെ തന്നെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നത് പ്രത്യക്ഷവൽക്കരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ശക്തി അവർ നേടിയിട്ടുള്ളത് കൊണ്ടാണ് നേരിട്ടെന്നാണ് പത്രത്തിൻ്റെ മുൻപിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ ക്യാമറയുടെ മുമ്പിലോ വെല്ലുവിളിക്കുന്നതിനൊന്ന് ഭയമില്ല. അപ്പോൾ അവർക്കെതിരെ അന്വേഷണം സ്വമേധയാ കേസെടുക്കേണ്ട വിഷയങ്ങളിൽ പോലും കോടതിയും പോലീസും ഒക്കെ മാറി നിൽക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. പക്ഷേ ഇത് കോടതികളുടെ ഒരു വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള നിയമജ്ഞരും രാഷ്ട്രീയക്കാരുമൊക്കെ ഇത്തരം വിധികളെ വിശകലനം ചെയ്യുകയും കോടതികൾക്ക് കൂടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ക്ലിയറാണ്. ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇതിലിപ്പോൾ നമ്മൾ 2024-23 ദുഷ്യന്ത് ദവെയുടെ എന്ന സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ ഒരു വക്കീലിൻ്റെ
തുറന്നു പറച്ചിൽ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വലിയ രൂപത്തിൽ വേട്ടയാടലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജൂലൈ 15-ന് ദ വയറിന് വേണ്ടി കരൺ താപ്പർ വീണ്ടും അദ്ദേഹത്തൊരു ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹം സുപ്രീം കോടതിയിലെ തൻ്റെ അഭിഭാഷക വൃത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ്. 48 വർഷം പൂർത്തിയായി. അദ്ദേഹത്തിന് വേണമെങ്കിൽ 2 വർഷം കൂടി സേവനം ചെയ്ത് 50 കൊല്ലത്തെ സുപ്രീം കോടതിയിലെ അഭിഭാഷക ജോലിയെ പൂർത്തീകരിക്കാമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രായമനുസരിച്ച് ലക്ഷങ്ങൾ വാങ്ങുന്ന ഓരോ അങ്ങനത്തെ അത്തരം ഒരു അഭിഭാഷകനാണ്. മാത്രമല്ല രാം ജെത്മലാനി 90 വയസ്സ് വരെ സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്തിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഇനിയും എത്രയോ കാലം ഇദ്ദേഹം, പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കോടതിയിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റേതായ വാചകങ്ങൾ നമ്മൾ എടുത്തുദ്ധരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ പേര് പറഞ്ഞ് ഒരാളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം മാത്രമായിരുന്നു നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അല്ലാത്ത ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ അത്തരം സമീപനങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി തുറന്നു പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലിയെല്ലാം അവസാനിപ്പിച്ചതെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമയത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും എല്ലാവരും അവർക്കൊപ്പം നിൽക്കണമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കോടതികളുടെ നിയമ സംവിധാനങ്ങളുടെ കാര്യത്തിലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇവിടുത്തെ ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾക്കനുസരിച്ച് സഞ്ചരിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് തർക്കമില്ലാതെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി വരുന്നൊരു സംഗതിയാണ്. അതോടൊപ്പം ഇവിടെ നടക്കുന്ന കലാപശ്രമങ്ങൾ, ഇവിടെ നടക്കുന്ന സ്ഫോടനങ്ങൾ, അത് ബോധപൂർവം ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾ ഉണ്ടാക്കി എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ മലേഗാവ് സ്ഫോടനത്തിൻ്റെ ആ സീരീസിൽ ഉൾപ്പെട്ടായിരുന്നു നേരത്തെ അമീർ സാർ പറഞ്ഞതുപോലെ സംജോത എക്സ്പ്രസ്, മക്ക മസ്ജിദ് സ്ഫോടനങ്ങളെല്ലാം. ഇത് യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്തുന്നതിനപ്പുറം സ്വാമി അസീമാനന്ദ തുറന്നു പറഞ്ഞ, സ്വയം ഏറ്റുപറഞ്ഞ സംഗതിയാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മൊഴിമാറ്റി പ്രത്യേക എന്തൊക്കെ ബലാത്കാരം നേരിടേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഏറ്റുപറഞ്ഞ സംഭവമാണ് ഞങ്ങളിത് ചെയ്തു എന്നത്. ഇതേപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പ്രമോദ് മുത്തലിക് അദ്ദേഹത്തെ tehelka.com ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയതുപോലെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാക്കാൻ വേണ്ടി കൃത്രിമമായ കലാപം ഉണ്ടാക്കി തരണം. അപ്പോൾ ഇദ്ദേഹം അത് ഏറ്റെടുത്തു. ഇതിന് 10,000 രൂപ ടോക്കൺ തുക ഇദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നെ ആളുകളെയൊക്കെ പോയി കാണണം, അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ആ സ്റ്റിങ് ഓപ്പറേഷൻ്റെ സൗണ്ടൊക്കെ പിന്നീട് തെഹൽക്ക പുറത്തു വിട്ടിരുന്നു. അത് കേസായി. ആ കേസും പിന്നീട് തെളിവില്ല എന്ന് പറഞ്ഞിട്ട് പ്രമോദ് മുത്തലിക്കിനെ നിരപരാധിയായി പ്രഖ്യാപിക്കുന്ന അതും അദ്ദേഹം ഒരു സ്റ്റിങ് ഓപ്പറേഷനിലൂടെ അദ്ദേഹം തന്നെ ഇത് തന്നെ കൊടുക്കാൻ വേണ്ടി വന്ന ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് അറിയാതെ തുറന്നു പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല നേരത്തെ ഹേമന്ത് കർക്കറയെക്കുറിച്ച് പറഞ്ഞു. മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണത്തിൽ വളരെ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമായ നിലക്ക് മരണം നടക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഈ പറയുന്ന സ്ഫോടനങ്ങളിൽ പലതും പല തീവ്രവാദ സംഘടനകളും ഏറ്റെടുത്തതായിരുന്നു. അപ്പോൾ ആ തീവ്രവാദ സംഘടനകൾ എവിടെ പോയി? ഇനി വീണ്ടും അവരെന്നെയെന്ന് പറയുമോ? ആ അന്വേഷണം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ ഭയങ്കരമായ കൺഫ്യൂഷൻസ്, ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സ്വയം ഏറ്റുപറഞ്ഞ കേസിലെ പ്രതികളെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദുർബലങ്ങളായ ന്യായങ്ങൾ പറഞ്ഞ് പുറത്തു വിടുമ്പോൾ ഒരു തെളിവുമില്ലാതെ, വാദം പോലും നടക്കാതെ, അന്വേഷണം പോലും നടക്കാതെ ജയിലിലടക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, മനുഷ്യർ ജയിലറകളിൽ ഇപ്പോഴും കഴിയുന്നു. അവർക്കും അറിയില്ല, സമൂഹത്തിനും അറിയില്ല ഇവർ എന്തു കാരണത്തിൻ്റെ പേരിലാണ്, എന്തു തെറ്റിൻ്റെ പേരിലാണ് ജയിലിലടക്കപ്പെട്ടത് എന്നറിയാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുണ്ട് എന്നത് ഇതിൻ്റെ മറ്റൊരു വശമാണ്, നമ്മൾ വായിക്കേണ്ട മറ്റൊരു വശമാണ്. പിന്നെ വേറൊന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ബോധപൂർവം കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെ ശ്രമിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മക്ക മസ്ജിദിനും മലേഗാവിനും സംജോത എക്സ്പ്രസിനും പ്രമോദ് മുത്താലിക്കിൻ്റെ ഉദാഹരണവും മാറ്റിവെച്ച് കേരളത്തിനകത്തേക്ക് വന്നാൽ തന്നെ
പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്ത സംഭവം താനൂരിലെ 1993 തിരുവനന്തപുരത്ത് കാര്യവട്ടത്തുള്ള ശ്രീകാന്ത് എന്നോ മറ്റോ പേരുള്ള ഒരാൾ താനൂരിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ബോംബെറിയാൻ വേണ്ടി ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. അന്ന് മലപ്പുറം SP പറഞ്ഞത് കേരളത്തെ ദൈവം കാത്തു എന്നാണ് പറഞ്ഞത്. വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ. കണ്ണൂരിൽ ഒരു RSSകാരൻ അജയൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തതിനാണെന്നറിയോ? അദ്ദേഹം കണ്ണൂരിലെ ഒരമ്പലത്തിൽ പോത്തിൻ്റെ തലയറുത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. പെർളയിൽ ഒരു ശിവലിംഗത്തിന് പച്ച പെയിൻ്റ് അടിച്ച് പിടിക്കപ്പെട്ടതും ഇതേ ടൈപ്പ് ആളുകളെയാണ്. ഏറ്റവും അവസാനം ഇങ്ങനെ സീരീസ് പറയുകയാണെങ്കിൽ കുറേ പറയുന്നുണ്ട്. നമുക്കറിയാം ISISൻ്റെ ഒരു പോസ്റ്റർ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയപ്പോൾ അതും ചെയ്താരായിരുന്നു? ഈ പറയുന്ന ടീമിലെ ആളുകളെയാണ് അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്താണ് കർണാടകയിലോ മറ്റോ ഒരു മുസ്ലിമായ പ്രധാനാധ്യാപകനെ പുറത്താക്കുന്നതിന് വേണ്ടി അവിടുത്തെ വെള്ളത്തിൽ വിഷം കലക്കി ഇതിനു വേണ്ടി ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് ഒരു നിഗൂഢമായ പ്രവർത്തനങ്ങൾ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സത്യം ഇതാണെന്ന് അറിയാൻ വേണ്ടി പറയാമെന്ന് മാത്രം. ഇത് എത്ര കണ്ട് സമൂഹത്തെ സ്വാധീനിക്കും എന്ന് നമുക്കറിയില്ല. കാരണം കൊലപാതകം വലിയ കുറ്റമാണെന്നും സാമൂഹികമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും അതൊരിക്കലും വലിയ പാപമാണെന്നും ചിന്തിക്കുന്ന ആളുകളുടെ മുന്നിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അതിന് ഫലമുള്ളൂ. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതൊക്കെയാണ് ഞങ്ങളുടെ രീതികൾ എന്ന് സ്വയം ആത്മാഭിമാനം കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ വലിയ കുറ്റമാണെന്നും ഒരു ജീവന് വലിയ വിലയുണ്ടെന്നും ഒരു കലാപമുണ്ടാകുമ്പോൾ അത് അനേകം ജീവനുകൾ പൊലിഞ്ഞു പോകുമെന്നും ഒരുപാട് മനുഷ്യർ കഷ്ടത്തിലാകുമെന്നും അതൊക്കെ വലിയ അപരാധങ്ങളാണെന്നും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്.